ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല പുളിയുള്ള പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ പുളിയുള്ള പച്ചമാങ്ങ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നല്ല കടുമാങ്ങ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉള്ള ചെറിയ മാങ്ങ ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് തന്നെ കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് കറി രൂപത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാട്ടോ കുറച്ച് തോനെ വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളത്. കാരണം നല്ലോണം വറ്റി എടുക്കാനുള്ളതാണ്. അപ്പം കുറച്ച് അധികം വെള്ളം ഒഴിക്കുന്നത് അതുകൊണ്ടാട്ടോ. ഫസ്റ്റത്തെ തിളച്ച് വന്നപ്പോൾ തന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എടുത്തിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നായിട്ട് സെറ്റായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് അതിലേക്കുള്ള ഒരു മിക്സ് നമുക്ക് റെഡിയാക്കാം കേട്ടോ. കടുകും അതേപോലെ തന്നെ ഉലുവയും കൂടി ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് അത് മിക്സിയിലിട്ട് അടിക്കണം കേട്ടോ. ഇതിങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാങ്ങൻ്റെ മാത്രം ഫ്ലേവർ അല്ലാതെ കുറച്ചും കൂടി ഒരു വെറൈറ്റി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല എരിവ് വരാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മസാലയും ഈ പഞ്ചസാരയൊക്കെ അതിലേക്ക് നല്ലോണം പിടിച്ചതിന് ശേഷം കേട്ടോ അതിലേക്ക് വറവിടേണ്ടത്. ഞാൻ കടുകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ടാട്ടോ വറവിടുന്നത്. അപ്പോൾ അത് വറവിട്ടിട്ട് ഞാൻ അതിലേക്ക് മിക്സ് ആക്കുന്നുണ്ട്. ഇത് നമ്മുടെ കഞ്ഞിക്കും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കടുമാങ്ങാൻ്റെ സ്പെഷ്യൽ നമുക്കറിയാലോ അല്ലേ. അതായത് പുളിയും അതേപോലെ തന്നെ മധുരവും എരിവും ഒക്കെ പാടെ കൂടിയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് മാങ്ങ കിട്ടിയാൽ അങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.